ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നേഹവാൻ. നേഹവാൻ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലുള്ള ഒരു പ്ലേസ് ആണ്. ഭയങ്കര ഐക്കോണിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മുടെ ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പോസ്റ്റ് കാർഡ്സിലും നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും ഒക്കെ വരുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ആ ഒരു സ്ഥലം ഈ നേഹവാനിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നോറെ പോർട്ടിലാണ്. നോറെ പോർട്ടിൽ നമ്മൾ ബസ്സോ ട്രെയിനോ അല്ലെങ്കിൽ മെട്രോ ഇറങ്ങിയിട്ട് അവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നേഹവാൻ. ആൻഡ് ഓൾസോ നമുക്ക് കോപ്പൻഹേഗനിലാണ് നിങ്ങളെങ്കിൽ നമുക്ക് കോപ്പൻഹേഗനിൽ നിന്നാണെങ്കിൽ നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ ഒരു നേഹവാനിലോട്ട്. നമ്മളിപ്പം നോറെ പോർട്ടിലാണുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നടക്കാമെന്ന് വെച്ചു. നോറെ പോർട്ടിൽ അത്യാവശ്യം നല്ല സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിലേ നടന്നിട്ടാണ് ഈ നേഹവാനിലോട്ട് ഇന്നെന്തായാലും പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ സ്ട്രീറ്റ്സ് ഒക്കെ എപ്പോഴും ഭയങ്കര ലൈവ്ലി ആൻഡ് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. നമ്മളെപ്പോൾ വന്നാലും നല്ല ക്രൗഡഡും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നൊരു സ്പോട്ടാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ടൂറിസ്റ്റുകളൊക്കെ കമ്പൽസറി ആയിട്ടും വരുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഇത്. ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള കുറച്ച് പ്ലേസസിൽ പെടുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ അത്യാവശ്യം നല്ല ലൈവ്ലി ആയിരിക്കും. നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നേഹവാനിൽ. അപ്പം നേഹവാനിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കനാലും അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് ആണുള്ളത്. ഇവിടെ നമുക്ക് കനാൽ ടൂറും ഒക്കെ നടത്താൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു കോമൺ കാഴ്ചയാണ് കേട്ടോ. പല സിറ്റീസിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വീക്കെൻഡ്സിൽ ഇതുപോലെ കുട്ടി കുട്ടി മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ സാധനങ്ങൾ, ചെറിയ ക്രാഫ്റ്റ് സാധനങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവേ ഇവിടെ പല സിറ്റീസിലും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ ബിൽഡിങ്സും അവരുടെ കുറച്ച് ഗവൺമെൻറ് ഓഫീസും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കൂടാതെ തന്നെ ഈ ഒരു ബോട്ട് റൈഡ് അല്ലാണ്ട് സൈഡ്സിൽ ഉള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ്, കുറേ വുഡൻ ഓൾഡ് ബോട്ട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിവിടുത്തെ ഒരു പാലസ് ആണ് കേട്ടോ, ക്രിസ്ത്യൻബർഗ് പാലസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നമുക്ക് എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഗൈഡ്സിനെയൊക്കെ കിട്ടും. ഗൈഡ്സ് ഒരുപാട് നമ്മൾ ഗ്രൂപ്പായിട്ട് ആൾക്കാരെ കാണുന്നില്ല, അതൊക്കെ ഓരോരോ ഗൈഡ് ചെയ്യുന്ന ടീമുകളായിരിക്കും. അപ്പം അവർക്ക് ഏത് ലാംഗ്വേജ് ആണ് പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഗൈഡ്സിനെയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അവർ കംപ്ലീറ്റ്ലി നേഹവാൻ ട്രിപ്പ് കൊണ്ടുപോകും. ഈവൻ ബോട്ട് പ്ലസ് ഈ പറയുന്ന പാലസിലൊക്കെ കൊണ്ടുപോകും. നമ്മളെന്തായാലും ഇപ്രാവശ്യം പാലസിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേഹവാനിന് ഒരു അതർ സൈഡും കൂടെ ഉണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ബ്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് അല്ലാതെ തന്നെ ഇതുപോലെ ഭയങ്കര മോഡേണൈസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉള്ള ഒരു ഏരിയയും കൂടെ ഉണ്ട് നേഹവാനിന്. അപ്പം അതാണ് ഇതിൻ്റെ അനദർ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഈ നേഹവാനിൽ കൂടെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നൊരു കാര്യം അതാണ്. കുറേ ദൂരം നമ്മൾ ഇതുപോലത്തെ ബിൽഡിംഗ് ആയിരിക്കും, പിന്നെ വന്നിട്ട് ഫുൾ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരിക്കും നമ്മൾ കാണുന്നത്. ആൻഡ് ഓൾസോ ഇതുപോലെ കുറച്ച് ഫൺ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്ട്രീറ്റ്സിൽ. ഇത് ഇങ്ങനെ കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതുപോലെ ഈ ഒരു ജമ്പ് ചെയ്യുന്ന സാധനം അതെല്ലാം കുറച്ച് റബ്ബറൈസ്ഡ് ഏരിയ ആണ്. നമുക്കിങ്ങനെ ഒട്ടും പെയിൻഫുൾ അല്ല. നമ്മൾ ആ നിൽക്കുന്ന ആ ഒരു റോഡ് കൈൻഡ് ഓഫ് പോർഷനും ഇതുപോലെ കുറച്ച് റബ്ബറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കുറേ റിലാക്സ് ചെയ്യാനും നടക്കാനും സൈക്ലിങ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ് ഈ നേഹവാൻ എന്ന് പറയുന്നത്.
അപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്ഥലമാണ് നമ്മൾ കൂടുതലും ഫോട്ടോസിലൊക്കെ കാണുന്ന ആ ഒരു പ്ലേസ്. കുറേ ഓരോരോ കളർഫുൾ ബിൽഡിങ്സ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലേസ്. ഇവിടെ അത്യാവശ്യം നല്ല റഷായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഒത്തിരി ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഒക്കെ ഭയങ്കര തിരക്കാണ്. അതൊരു വണ്ടിയൊക്കെ പോകുന്ന ഒരു റോഡ് എൻ്റെ സൈഡിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അത്യാവശ്യം റഷായിരുന്നു നമ്മൾ പോകുന്ന ദിവസം. അപ്പം ഇതാണ് നേഹവാനിൻ്റെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഓൾഡ് ബിൽഡിങ്സും ഒരു സൈഡിൽ കുറേ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കനാൽ ടൂറും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നേഹവാൻ. അപ്പം നിങ്ങൾക്ക് ഈ നേഹവാൻ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.